ശബരിമല യുവതീ പ്രവേശന കേസിൽ സർക്കാർ നടപടികൾക്കെതിരെ സുപ്രീംകോടതിയിൽ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ. ഈശ്വരവിശ്വാസിയല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയായി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്ത തടയണം എന്ന അഭിഭാഷകൻ MR അഭിലാഷ് ആവശ്യപ്പെട്ടു. നിയമത്തിന്റെ അധികാരത്തിൽ ഒരു ആരാധനാ സ്ഥലത്തിലേക്ക് കടന്നു കയറുന്ന ആള് മന്ത്രിയാകാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാം. അവർ ആരാധന നടക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ ആരാധനയുടെ ക്രമം പാലിച്ച് ആചാരാനുഷ്ഠാനങ്ങളെ മാനിച്ചുകൊണ്ട് നിൽക്കുവാൻ അവർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 25(2)A പ്രകാരം നിയമത്തിൻ്റെ ആ തണലിൽ അവിടെ വന്ന് കയറി ആരാധനയ്ക്കുള്ള വ്യക്തികളുടെ അവകാശങ്ങളെ ലംഘിക്കുവാൻ അവർക്ക് കഴിയും. നേരത്തെ വാദത്തിന്റെ അഭിഭാഷകൻ BJP നേതാവുമായ അശ്വിനി കുമാർ ഉപാധ്യായെ കോടതി ശാസിച്ചിരുന്നു. കോടതി നിശ്ചയിച്ച വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് വിശാല ബെഞ്ചിന്റെ താക്കീത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നടപടികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ. ഈശ്വരവിശ്വാസിയല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയായി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്ത തടയണം എന്നാണ് അഭിഭാഷകൻ MR അഭിലാഷിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. ആ വാദത്തിനിടെ അഭിഭാഷകനും BJP നേതാവുമായ അശ്വിനി കുമാർ ഉപാധ്യായെ സുപ്രീം കോടതി ശാസിച്ചു. കോടതി നിശ്ചയിച്ച വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നുള്ള ശാസനയാണ് വിശാല ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നതിനുള്ള വാദം. അതിനിടെയാണ് ഈ സർക്കാരിന്റെ നടപടികൾക്കെതിരെ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ എന്ന വാദം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി അഭിഭാഷകനായിട്ടുള്ള MR അഭിലാഷ് ആയിരുന്നു വാദം നടത്തിയത്. അതായത് ഈശ്വരവിശ്വാസി അല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയായി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്തത്, അത്തരം പ്രവണതകൾ തടയണം എന്നുള്ളതായിരുന്നു MR അഭിലാഷ് ഉന്നയിച്ച വാദം. ഇക്കാര്യങ്ങളിൽ കോടതി ഇടപെടൽ വേണം, അതിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം എന്നൊരു അഡീഷണൽ സബ്മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു സബ്മിഷനാണ്, വാദമാണ് MR അഭിലാഷ് മുന്നോട്ട് വച്ചത്. നിലവിലുള്ള ആചാരങ്ങൾ മാറ്റാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ല. ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നത് അവിടുത്തെ ആചാരങ്ങളെ മാനിക്കണം എന്നുള്ളത് തന്നെയാണ് ആ വാദത്തിലൂടെ മുൻനിർത്തിയിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം നടക്കുന്നതിനിടെ BJP നേതാവും അഭിഭാഷകനുമായിട്ടുള്ള അശ്വിനി കുമാർ ഉപാധ്യായ നടത്തിയ ചില വാദങ്ങൾ, അതിനാണ് കോടതി ചില ശാസനകൾ നൽകിയത്. അതായത് കഴിഞ്ഞ 200 കൊല്ലത്തിനിടെ പല വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം, ആ തർക്കം മൂലം ഇന്ത്യ 7 രാജ്യങ്ങളെ വിഭജിക്കപ്പെട്ടു എന്നതായിരുന്നു വാദം. ഈ വാദം നടത്തുന്നതിനിടെയാണ് കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, നിലവിൽ ഈ വിഷയം 7 ചോദ്യങ്ങളാണ്, ഭരണഘടനാ വിഷയങ്ങളാണുള്ളത്, അതിൽ നിന്ന് വേണം വാദങ്ങൾ നടത്താൻ. അതിനപ്പുറത്ത് ആ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വാദങ്ങൾ നടത്തരുത് എന്നൊരു ശാസന കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുകയാണ് ഇന്നത്തേക്ക്. ഉമേഷ്, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.